Hello friends, welcome to my channel. ഈ പീറ്റർ പാൻ കോളറുള്ള ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 5 year old ആയിട്ടുള്ള കുട്ടിയുടെ മെഷർമെന്റിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനെ ടോപ്പ് എന്നോ ഫ്രോക്ക് എന്നോ ഒക്കെ പറയാം. കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്യാപ് സ്ലീവ്സ് ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. എന്നാലേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ ഫാബ്രിക് 4 ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിനായിട്ട് 5 ഇഞ്ചസിൽ ഞാൻ ഷോൾഡർ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ചേർത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് 5 ഇഞ്ചസിൽ തന്നെയാണ് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് റൗണ്ട് മെഷർമെന്റ് ഡിവൈഡഡ് ബൈ 4 + 1 inch സീം അലവൻസ്, അതാണ് ഇവിടെ ചെസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ 24 ഇഞ്ചസ് ആണ് റൗണ്ട് മെഷർമെന്റ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ചസ് ഉണ്ടാവും. 1 inch സീം അലവൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ട് 7 ഇഞ്ചസിലാണ് ഞാനിവിടെ ഇതുപോലെ ചെസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു യോക്ക് പാർട്ടും താഴേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു സ്കേർട്ട് പാർട്ടും ഉണ്ട്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് ഞാനിവിടെ 9 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുകയാണ്. ടോപ്പ് എൻഡിൽ നിന്ന് 9 ഇഞ്ചസിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 inch സീം അലവൻസും താഴത്തെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 inch സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഈ 9 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ യോക്ക് പാർട്ടിന് 8 ഇഞ്ചസ് ആയിരിക്കും ലെങ്ത് ഉണ്ടാവുക. ഇനി ഈ പോയിന്റിൽ മുകളിൽ 7 ഇഞ്ചസ് ആണ് വിട്ടെടുത്തിരുന്നത് ചെസ്റ്റ് ലൈൻ്റെ ആ പാർട്ടിൽ. ഇവിടെ 1/2 inch കൂടെ വിട്ടിട്ട് 6.5 ഇഞ്ചസിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1/2 inch ഞാൻ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇവിടെ ആം ഹോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്യാണ്. നെക്ക് വിഡ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിൽ നിന്ന് 2.5 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുന്നു. നെക്ക് ഡെപ്തും 2.5 ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള നെക്ക് ഡെപ്ത് ആണിത്. 2.5 ഇഞ്ചസിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി ഇതൊരു ബോക്സ് ആക്കി ജോയിൻ ചെയ്തിട്ട് ഇതിനകത്തൊരു റൗണ്ട് നെക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് സെയിം തന്നെയാണ് 2.5 ഇഞ്ചസിൽ. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. 1.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു 1/2 inch ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിൽ 1/2 inch ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇനി ഈ ലെങ്ത്തിന്റെ പാർട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് മാറ്റി വയ്ക്കാം. ബാക്ക് നെക്കിന് അതായത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ്. പിന്നെ വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലൊരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്.
ഒരു ബട്ടൺസ് വെക്കാൻ അല്ലെങ്കിൽ ഒരു ഹൂക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ്. സിബൊന്നും ഞാൻ വെക്കുന്നില്ല, ചെറിയൊരു എന്തെങ്കിലും ഒരു ബട്ടൺസോ എന്തെങ്കിലും വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 ഇഞ്ചസിലുള്ള ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മിഡിലായിട്ട്. ഇവിടേക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ 3 ഇഞ്ചസ് വരുന്ന ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത്രയും പാർട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഈ ലൈൻ പുറത്ത് കാണുന്ന രീതിയിൽ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാണ്. 2 ലൈൻസും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ലൈനിൻ്റെ ചേർത്ത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിലൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പീസ് ഇങ്ങനെ മടക്കി ഉള്ളിലേക്കാക്കിയിട്ട് ആ അരികിൽ ചേർത്ത് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ ദേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുക്കാം. അതിന് 1/2 ഇഞ്ച് വിട്ടിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ദേ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പീറ്റർ പാൻ കോളർ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 തരത്തിൽ പീറ്റർ പാൻ കോളർ കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. ഇതുപോലെ ഒന്ന് മടക്കിയിടണം. മിഡിൽ പാർട്ട് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയിടണം. ഷോൾഡേഴ്സൊക്കെ കറക്റ്റായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയിടണം. ബ്ലാക്ക് കളറിലുള്ള സാറ്റിൻ ഫാബ്രിക് ആണ് ഞാനിവിടെ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കോളേഴ്സൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കോൺട്രാസ്റ്റ് കളേഴ്സിലുള്ള ഫാബ്രിക് ആയിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള 4 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് ഞാനിതുപോലെ ഈ നെക്ക് ലൈൻ പ്ലേസ് ചെയ്യുന്നത്. 2 ഇഞ്ചസിൽ ലെങ്ത് വരുന്ന ഒരു കോളറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ നെക്ക് ഡെപ്ത് കഴിഞ്ഞിട്ട് 2 ഇഞ്ചസ് എക്സ്ട്രാ ഉണ്ടാവണം. ആ രീതിയിലാണ് ഞാനിവിടെ ഈ ബ്ലാക്ക് കളറിലുള്ള ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വിട്ടിട്ട് ഷോൾഡേഴ്സ് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ കോളർ ചെയ്യുന്നത്. പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, പക്ഷെ കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ ദേ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് പാർട്ട്. ഇവിടെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി ഒരു ചെറിയൊരു ആംഗിൾ ഒന്ന് മാറ്റിയിട്ട് വേണം ഈ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യാണ്. അപ്പോഴേ ആ ബാക്ക് പാർട്ടിലൊരു വി ഷേപ്പ് വരുള്ളൂ. ഇതുപോലെ 2 ഇഞ്ചസ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെയും 2 ഇഞ്ചസ് ആണ് വേണ്ടത്. ഇവിടെ ഒന്ന് കർവ് ചെയ്താണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിലൊരു ചെറിയൊരു യു ഷേപ്പ് പോലെ ഒരു കർവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്യണം. ഇനി എല്ലാ സൈഡ്സിലും 2 ഇഞ്ചസ് ഇതുപോലെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ അതേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 4 പീസസിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 പീസസും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതുപോലെ ഈ 2 പീസിൻ്റെയും റൈറ്റ് സൈഡ്സ് ആണ് ചേർന്ന് വരുന്നത്. അതുപോലെ അടുത്ത 2 പീസിലും ഈ സാറ്റിൻ ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിലാണുള്ളത്. ഇനി ഇവിടെ ഈ എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യാം. 4 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇങ്ങനെ തിരിച്ചിടാണ്. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചെറിയ കട്ട്സ് കൊടുത്തത്. ഇവിടെ ഈ എൻഡ്സൊക്കെ ഇങ്ങനെ ഒന്ന് നേരെയാക്കി എടുക്കുകയാണ്. ഇനി ഈ അറ്റത്തുകൂടി ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നെക്കിൻ്റെ റൈറ്റ് സൈഡിന് പുറത്തേക്ക് വെച്ചിട്ട് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്ന ടൈമിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം എൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്ന പാർട്ട് നെക്കിൻ്റെ നല്ല സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പീറ്റർ പാൻ കോളർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഞാൻ ക്യാപ് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ താഴത്തെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ളായിട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നോർമലായിട്ട് സ്ലീവിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള പാർട്ടിൽ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. 2.5 ഇഞ്ചസിലാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ചസ് ആണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 0.5 ഇഞ്ചസ് ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ട സീം അലവൻസ് ആണ്. പിന്നെ ഇവിടെ 5.5 ഇഞ്ചസിലാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അതും 4.5 ഇഞ്ചസ് ആണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻ്റെ ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യേണ്ട പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യണം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സ്ലീവ് വെച്ചിട്ട് നോർമൽ സ്ലീവ്സ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ച് ഷോൾഡറിന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ആം ഹോളിൻ്റെ എൻഡ് വരെ, വീണ്ടും ഷോൾഡറിന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത എൻഡ് വരെ ഇതുപോലെ 2 സ്ലീവ്സും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാം.
എത്ര ഫാബ്രിക് വേണമെങ്കിലും എടുക്കാം, അത്രയും പ്ലീറ്റ്സ് കൊടുക്കണമെന്നേ ഉള്ളൂ. ഞാനിവിടെ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല. ഫ്രണ്ട് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ 23 ഇഞ്ചസ് ആണ് വിഡ്ത്ത് ഉള്ളത്. താഴേക്ക് 13 ഇഞ്ചസ് ആണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പ് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഹാഫ് ഇഞ്ച് സീം അലവൻസും താഴേക്ക് റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് സീം അലവൻസും എല്ലാം ചേർത്തിട്ടാണ് ഇവിടെ 13 ഇഞ്ചസ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഈ പീസിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് അടുത്ത എൻഡ് വരേക്കും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദേ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ എൻഡും റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡ്സ് ക്ലോസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് 1 ഇഞ്ച് സീം അലവൻസ് വിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡ്സും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇപ്പം ഞാൻ ദേ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഇവിടെ ഒരു ബട്ടൺസ് കൂടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി വെച്ച് കഴിയുമ്പോൾ ടോപ്പ് റെഡിയാവും.